ഇപ്പോൾ അംശു വാമദേവൻ തിരുവനന്തപുരം കോർപ്പറേഷൻ കൗൺസിലർ നമ്മോടൊപ്പമുണ്ട്. അംശു, ബി ജെ പിയുമായി യാതൊരു ബന്ധവുമില്ല അത്രേ. ബി ജെ പിയുമായി ഈ പണമിടപാടുകൾക്ക് യാതൊരു ബന്ധവുമില്ല. ഇത് വ്യക്തിപരമായി അനിൽ നടത്തിയ സഹകരണ സംഘമാണത്രേ വി മുരളീധരനും ബി ജെ പി നേതാക്കളും ഒക്കെ പറയുന്നത്. യഥാർത്ഥത്തിൽ എനിക്ക് ഇതിനകത്ത് സൂചിപ്പിക്കാനുള്ളത്, ഈ തിരുവനന്തപുരത്ത് ബി ജെ പിയുടെ പ്രവർത്തകരായി നടക്കുന്ന, ആത്മാർത്ഥമായി ബി ജെ പി പ്രവർത്തിക്കുന്ന ആളുകൾ ഇത് കേൾക്കണം. നിങ്ങൾക്ക് കൂടി ഇത് ഒരു അനുഭവ പാഠമായിരിക്കണമെന്നാണ് എനിക്ക് അവരോട് വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്. യഥാർത്ഥത്തിൽ ഞാൻ കഴിഞ്ഞ 5 വർഷക്കാലമായി നമ്മുടെ തിരുവനന്തപുരം നഗരസഭാ കൗൺസിലിൽ ബി ജെ പി എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് വേണ്ടി, അതിന്റെ ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി ആത്മാർത്ഥമായി പ്രവർത്തിച്ച ഒരാളാണ്. ഞങ്ങള് ആ രാഷ്ട്രീയ തർക്കങ്ങളിൽ നേർക്കുനേർ ആ കൗൺസിൽ ഹാളിനകത്ത് നിന്ന് പോരാടിയ ആളുകളാണ്. എനിക്കുണ്ടാകുന്ന ഒരു വേദന പോലും, അങ്ങനെ ഞങ്ങളുള്ള രാഷ്ട്രീയ വ്യത്യാസം മറന്ന് ഞങ്ങൾ എല്ലാ കൗൺസിലർമാരും ഒരുപോലെ ഞങ്ങൾക്കുണ്ടാകുന്ന ആ വേദന പോലും ഇവിടുത്തെ ബി ജെ പിയുടെ ജില്ലാ അധ്യക്ഷനും നേതാക്കന്മാർക്കും ഇല്ല എന്ന് പറയുന്നത് ദുഃഖകരമാണ്, സങ്കടകരമാണ്. ആ മനുഷ്യൻ മരിച്ചു, നിങ്ങൾ അദ്ദേഹത്തിന് മരണത്തിലേക്ക് എറിഞ്ഞുകൊടുത്തു, എന്നിട്ടും അദ്ദേഹത്തിനോടുള്ള പക ഇവിടുത്തെ ബി ജെ പിയുടെ നേതാക്കന്മാർക്ക് മാറുന്നില്ല എന്ന് പറയുന്നത് സങ്കടകരവും ദുഃഖകരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇത് ഇവിടുത്തെ ബി ജെ പിയുടെ ആത്മാർത്ഥമായി പ്രവർത്തിക്കുന്ന പ്രവർത്തകർ നിങ്ങളത് മനസ്സിലാക്കണം. നിങ്ങളുടെ ജീവിതം, നിങ്ങളുടെ എല്ലാം നിങ്ങൾ ഈ പ്രസ്ഥാനത്തിന് വേണ്ടി കൊടുത്ത് നിങ്ങൾ പ്രവർത്തിക്കുമ്പോൾ ഒടുവിൽ നിങ്ങളെ കുടുംബത്തെയും മരണത്തിന് ശേഷം പോലും തള്ളിപ്പറയാൻ നിങ്ങളുടെ നേതാക്കന്മാർ തയ്യാറാകുന്നതാണ് കാണുന്നത്. ഇപ്പൊ ബി ജെ പി ആയിട്ടൊരു ബന്ധമില്ല എന്ന് പറയാൻ എങ്ങനെയാണ് ഇവർക്ക് കഴിയുന്നത്? അതിന് വ്യക്തിപരമായി അദ്ദേഹത്തിന് മറ്റേതെങ്കിലും തരത്തിലുള്ള ബന്ധമുണ്ടോ? യഥാർത്ഥത്തിൽ ഞാൻ ഇപ്പോൾ ഒരു കാര്യം തുറന്നു പറയാണ്. അനിലേട്ടൻ ഒരിക്കൽ വ്യക്തിപരമായി എന്നോട് സംസാരിച്ചപ്പോ എന്റെ ആരോഗ്യ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് എന്നോട് സംസാരിച്ച ടി പി റിനോയ്, ഞങ്ങളുടെ മുട്ടടയിൽ ഒരു കൗൺസിലർ മരണപ്പെട്ട സമയത്ത് അദ്ദേഹം എന്നോട് വളരെ പേഴ്സണലായി പറഞ്ഞാണ്, അംശു ആരോഗ്യം ശ്രദ്ധിക്കണം, അംശു ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആശുപത്രിയിൽ ആകുന്നുണ്ട്, അത് ആരോഗ്യം വളരെ ശ്രദ്ധിക്കണം, നമ്മൾ ഒരു കാഡർ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരാണ്, നമ്മൾ ഇങ്ങനെ പൂർണ്ണ സമയം ഇതിലേക്ക് പോകുമ്പോൾ നമ്മുടെ കുടുംബത്തിന് ഒരു നഷ്ടം ഉണ്ടാവും, അതുകൊണ്ട് നമുക്ക് പ്രവർത്തനങ്ങളൊന്നും അവസാനിപ്പിക്കാൻ കഴിയില്ല, പക്ഷെ വളരെ ശ്രദ്ധിക്കണം, നമ്മളെ ഈ മാനസിക സമ്മർദ്ദങ്ങളെയൊക്കെ അതിജീവിക്കാൻ നമുക്ക് കഴിയണം എന്ന് എന്നോട് ആ വ്യക്തിപരമായി പറഞ്ഞൊരു, അത് അദ്ദേഹത്തിന് ബി ജെ പിയിൽ നിന്ന് നേരിട്ട അനുഭവത്തിൽ നിന്നാണ് അല്ലേ? അതാണ് അനുഭവത്തിൽ നിന്നാണ്. അദ്ദേഹം എന്നിട്ട് ഒരു കാര്യം കൂടെ സൂചിപ്പിച്ചു, അംശു, ഞാൻ എന്റെ 14ാമത്തെ വയസ്സിൽ സ്വയം സേവകനായി രാഷ്ട്രീയ പ്രവർത്തനം ആരംഭിച്ച ഒരു മനുഷ്യനാണ്. ഞാൻ എന്റെ റിയൽ എസ്റ്റേറ്റ് ബന്ധങ്ങളോ അല്ലെങ്കിൽ എന്റെ മണ്ണടിക്കുന്ന ബിസിനസ്സോ ഒന്നും സംരക്ഷിക്കാൻ വേണ്ടി നേതാവായി വന്ന ആളല്ല. അതുകൊണ്ട് എനിക്ക് മരണം വരെ ഇതിൽ നിന്ന് എനിക്ക് മാറി നിൽക്കാൻ കഴിയില്ല എന്ന് വളരെ പേഴ്സണലായി എനിക്ക് ഈ ദുഃഖം അടക്കാൻ കഴിയാത്തതുകൊണ്ടാണ് ഞാനിപ്പോൾ അദ്ദേഹം വ്യക്തിപരമായി സംസാരിച്ച ഒരു കാര്യം ഞാൻ തുറന്നു പറയാൻ തയ്യാറാകുന്നത്. അങ്ങനെയുള്ളൊരു മനുഷ്യനെ, അങ്ങനെ അടിമുടി ബി ജെ പി കാരനും അതുപോലെ തന്നെ ആ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന ഒരു മനുഷ്യനെ ഇപ്പോ ആ ചെതയുടെ തീ അണയുന്നതിന് മുമ്പ് തള്ളിപ്പറയാൻ ബി ജെ പി തയ്യാറാകുന്നത് ആ ചെറിയ ആളുകളല്ലല്ലോ പറഞ്ഞത്. അദ്ദേഹത്തിനോടൊപ്പം ജില്ലാ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം പ്രവർത്തിക്കുന്ന അതേ കമ്മിറ്റിയിലെ അധ്യക്ഷൻ അദ്ദേഹത്തിനെ തള്ളിപ്പറഞ്ഞു. അനിലുമായി യാതൊരു ബന്ധവും, ഈ അനിലിന്റെ ഈ സ്ഥാപനമായ ഒരു ബന്ധവും ബി ജെ പിക്ക് ഇല്ല എന്ന് പറയാൻ തയ്യാറാകുന്നത്. ബി ജെ പിയുടെ കേന്ദ്രമന്ത്രി വരെ ആയിരുന്ന, സംസ്ഥാന അധ്യക്ഷനായിരുന്ന വി മുരളീധരനെ പോലെയുള്ള ഒരു മുതിർന്ന നേതാവ്, ബി ജെ പിയുടെ നേതാവ് എങ്ങനെയാണ് അനിലിനെ തള്ളിപ്പറയുന്നത്? അദ്ദേഹത്തിന്റെ കുടുംബത്തെ നിങ്ങൾ എങ്ങനെ ഇനി ഫേസ് ചെയ്യും? അദ്ദേഹത്തിന്റെ കുടുംബത്തെ, അദ്ദേഹത്തെ സ്നേഹിച്ച ബി ജെ പിയുടെ പ്രവർത്തകരെ നിങ്ങൾ എങ്ങനെ ഫേസ് ചെയ്യും? ഒരു സാധാരണക്കാരായിട്ടുള്ള അദ്ദേഹത്തുമായി രാഷ്ട്രീയമായ അഭിപ്രായ വ്യത്യാസമുള്ള ഞങ്ങൾക്ക് പോലും അത് സഹിക്കാൻ കഴിയുന്നില്ല. അതാണ് പ്രതിപക്ഷത്ത് തങ്ങളെ എതിർത്തിരുന്നിട്ട് പോലും പ്രതിപക്ഷ ബഹുമാനത്തിന്റെ പുറത്ത് അംശു വാമദേവനെ പോലെയുള്ള CPIM പ്രവർത്തകർക്ക് അദ്ദേഹത്തെ മറക്കാനാകുന്നില്ല. പ്രതിപക്ഷ ബഹുമാനത്തോടുള്ള സ്നേഹമുണ്ട്. പക്ഷെ ബി ജെ പിക്കാർക്ക് സ്വന്തം പാർട്ടിയിൽ 14ാമത്തെ വയസ്സിൽ RSS ശാഖയിലെത്തിയ ആ മനുഷ്യനോട് ഒരു ദയാദാക്ഷിണ്യവും ഈ ബി ജെ പിക്കാർ വാക്കിൽ പോലും കാട്ടുന്നില്ല എന്നുള്ളതാണ് അംശു ചോദിക്കുന്ന ചോദ്യം. അത് വളരെ ശരിയാണ്. അംശു, ഒരു കാര്യം കൂടിയുണ്ട്. ഈ ടിപ്പറിൽ മണലടിക്കാനും മറ്റും വന്നതല്ല ബി ജെ പിയിലേക്ക്, അത് തന്നെ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള പല വിധത്തിലുള്ള പ്രതിഷേധത്തിൻ്റെ അലയൊലികളാണ് അല്ലേ? ആണ് അദ്ദേഹം സൂചിപ്പിച്ച അത്തരം ചില ആളുകൾ അവരുടെ ബിസിനസ്സുകൾ സംരക്ഷിക്കാൻ ബി ജെ പി ആയി പുതിയ ആളുകൾ നേതാക്കളായി വന്നു. പക്ഷേ അപ്പോഴും ഞാൻ ആ നിലയിലുള്ള ആളല്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അത് അദ്ദേഹത്തുമായിട്ട് പ്രവർത്തിച്ച് അവിടുത്തെ പ്രാദേശികമായിട്ടുള്ള ആളുകളുടെ അടുത്ത് അന്വേഷിച്ചാൽ നമുക്ക് മനസ്സിലാവുന്നതേ ഉള്ളൂ അദ്ദേഹം എങ്ങനെയാണ് രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയത്. തീർച്ചയായും. അംശു ഒന്ന് തുടരൂ. ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി
ശ്രീ വി ജോയ് MLA പറഞ്ഞ കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. അതിനുശേഷം ചർച്ചയിലേക്ക് തിരികെ എത്താം. തിരുമല വാർഡ് കൗൺസിലർ അനിൽകുമാറിൻ്റെ ആത്മഹത്യയിൽ BJPക്കെതിരെ ശക്തമായ വിമർശനമാണ് തിരുവനന്തപുരം CPIM ജില്ലാ സെക്രട്ടറി വി ജോയ് ഉന്നയിച്ചത്. 2 ദിവസം മുമ്പ്, ശ്രദ്ധിക്കുക, 2 ദിവസം മുമ്പ് സംസ്ഥാന അധ്യക്ഷനെ കണ്ടപ്പോൾ എന്താണ് തിരുമല അനിൽ സംസാരിച്ചത്? വി ജോയ് ചോദിക്കുന്നു. ഇക്കാര്യത്തിൽ BJP ഒളിച്ചു കളിക്കുന്നത് എന്തിനാണ് എന്ന് വി ജോയ് ചോദിക്കുന്നു. ആത്മഹത്യാക്കുറിപ്പിലെ പരാമർശം BJPക്കെതിരാണെന്നും കരിമ്പിൻ ചണ്ട് വലിച്ചെറിയുന്നത് പോലെ അനിലിനെ BJP വലിച്ചെറിഞ്ഞുവെന്നും വി ജോയ് പറഞ്ഞു. വി ജോയുടെ വാക്കുകളൊന്ന് കേൾക്കാം ആദ്യം. 4-5 ചോദ്യങ്ങളാണ് BJPയുടെ നേതൃത്വത്തോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്. 2 ദിവസം മുമ്പ് അനിൽ എന്നെ വന്ന് കണ്ടിരുന്നു എന്ന് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിട്ടു. അങ്ങനെ കണ്ടെങ്കിൽ എന്താണ് അനിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റിനോട് അവസാനമായി സംസാരിച്ചത്? എന്താണ് ഈ കാര്യത്തിൽ BJPക്ക് ഒളിച്ചു വയ്ക്കാനുള്ളത്? എന്താണ് അദ്ദേഹത്തിൻ്റെ ആത്മഹത്യാക്കുറിപ്പിൽ 2 ഭാഗത്താണ് BJP മറുപടി പറയേണ്ടത്. നമ്മുടെ ആൾക്കാരെ സഹായിച്ചു. ആരാണ് ഈ നമ്മുടെ ആൾക്കാർ? BJPയുടെ ആരെല്ലാമാണ് ഇതിനകത്ത് പെട്ടിട്ടുള്ളത്? നിങ്ങൾ നോക്കൂ, അദ്ദേഹത്തിൻ്റെ ശവസംസ്കാര ചടങ്ങ് ശാന്തി കവാടത്തിൽ നടക്കുമ്പോൾ എത്ര BJPയുടെ നേതാക്കന്മാർ ആ ചടങ്ങിൽ പങ്കെടുത്തു? അദ്ദേഹത്തെ തള്ളിക്കളഞ്ഞു. കരിമ്പിൻ ചണ്ടി വലിച്ചെറിയുന്നത് പോലെ ശ്രീ അനിലിനെ BJP തള്ളിക്കളഞ്ഞു. തീർച്ചയായും ഊടും പാവും മറന്ന് BJPക്ക് വേണ്ടി പാർട്ടി പ്രവർത്തനം നടത്തുന്നവരൊക്കെയും ഇത് ചെവിയിൽ നിന്നുള്ളി ഓർക്കേണ്ടതാണ്. ഇവിടെ വി ജോയ് സൂചിപ്പിച്ചതും അതിനുശേഷം ഇപ്പോൾ അംശു പറഞ്ഞതുമായ കാര്യങ്ങൾ. അംശു വാമദേവൻ, അതായത് CPIM ജില്ലാ സെക്രട്ടറി നിരവധി ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. അത് കാതലായ ചോദ്യമാണ്. ഒന്ന്, എന്താണ് തിരുമല അനിൽ സംസ്ഥാന അധ്യക്ഷനുമായി അദ്ദേഹത്തിൻ്റെ ഏറ്റവും ഒടുവിലത്തെ കൂടിക്കാഴ്ചയിൽ പറഞ്ഞത്? എന്തൊക്കെ കാര്യങ്ങളാണ് അനിൽ സൂചിപ്പിച്ചത്? എന്തായിരുന്നു എന്ന് ഈ രാജീവ് ചന്ദ്രശേഖരൻ തന്നെ പറയണം. ഓർക്കുക, ഇതേ ചോദ്യമായിരുന്നു ഞങ്ങളുടെ മാധ്യമപ്രവർത്തക സുലേഖ ഈ രാജീവ് ചന്ദ്രശേഖരനോട് ചോദിച്ചത്. അപ്പോഴാണ് അദ്ദേഹം വെളറി പൂണ്ട് നീ എന്ന് വിളിച്ച് കൈരളി ചോദ്യം ചോദിക്കേണ്ട എന്ന് ആക്രോശിച്ചത്. ഓർക്കുക. അപ്പോൾ എന്തോ മറച്ചു പിടിക്കാനുണ്ട് രാജീവ് ചന്ദ്രശേഖരൻ. അവിടെ തന്നെയാണ് വി ജോയിയും ചോദ്യം ഉന്നയിക്കുന്നത്. എന്താണ് സംസാരിച്ചത്? ഇത്രയേറെ തളർന്ന് മരണം മുന്നിൽ കണ്ട് ജീവിക്കുന്ന ഒരാൾ സംസ്ഥാന അധ്യക്ഷനെ കാണുമ്പോൾ എന്താണ് പറഞ്ഞത്? ആരെയൊക്കെ കുറിച്ചാണ് സൂചിപ്പിച്ചത്? ആത്മഹത്യാക്കുറിപ്പിലും പറയുന്നുണ്ട്. അതിനൊക്കെ സംബന്ധിച്ചുള്ള സമഗ്ര അന്വേഷണം വേണം. ഇതൊക്കെയാണ് വി ജോയി ആവശ്യപ്പെടുന്നത്. കാതലായ ചോദ്യങ്ങൾ. അംശു, തീർച്ചയായിട്ടും ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാനുള്ള ബാധ്യത BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ നേതാക്കന്മാർക്കും ഉണ്ട്. യഥാർത്ഥത്തിൽ രാജീവ് ചന്ദ്രശേഖരൻ അദ്ദേഹത്തിനെ ശ്രീമതി അനിൽ വന്ന് കണ്ടത് എന്തിനാണ് എന്ന് ചോദിക്കുമ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ അസ്വസ്ഥനാകുന്നത്? ആ അസ്വസ്ഥത തന്നെ ഒരു തെളിവാണ്. അദ്ദേഹത്തിന് സഹായിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളത് പോട്ടെ, അദ്ദേഹം സഹായിച്ചില്ല. ഇദ്ദേഹത്തിന് ഒന്ന് ചെറുതായി ഒരു ആശ്വസിപ്പിക്കാനെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ യഥാർത്ഥത്തിൽ ഈ മരണം സംഭവിക്കില്ലായിരുന്നു. അജിംഷാദ് ഒറ്റ കാര്യം ആലോചിച്ചാൽ മതി. അദ്ദേഹത്തിനെ പോലെ അടിമുടി അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ, അദ്ദേഹത്തിന് ഏറ്റവും ഒടുവിൽ ഓടി എത്താൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ അടുത്തായിരിക്കും. അത് ഉറപ്പല്ലേ? നമ്മളായത് ഒരു പ്രശ്നം വന്നാൽ ആദ്യമത് നമ്മുടെ പാർട്ടി നേതാക്കന്മാരുടെ അടുത്തേക്കാണ് ആ പ്രശ്നത്തിൽ നമ്മൾ പങ്കുവയ്ക്കാൻ, അതിനൊരു പരിഹാരം കാണാൻ. പക്ഷെ യഥാർത്ഥത്തിൽ കോമൺ സെൻസ് ഉള്ള ആർക്കും മനസ്സിലാകും, അങ്ങനെ അദ്ദേഹം ഒരു അഭയ കേന്ദ്രമായി കണ്ട തന്റെ പ്രസ്ഥാനത്തിന്റെ സംസ്ഥാന അധ്യക്ഷന്റെ അടുത്തെത്തിയപ്പോൾ കിട്ടിയ റെസ്പോൺസ് അത് യഥാർത്ഥത്തിൽ ആ ചോദ്യം ചോദിച്ച പ്രവർത്തകയോട് അദ്ദേഹം ഈ നിലയിലാണ് പെരുമാറിയിട്ടുണ്ടെങ്കിൽ അതിലും മോശമായിട്ടായിരിക്കണം പ്രിയപ്പെട്ട അനിലേട്ടനോട് പെരുമാറി എന്നുള്ള കാര്യത്തിൽ അവിടെയാണ് അടിവരയിടേണ്ടത്. അത് സംശയിക്കേണ്ട എല്ലാ ഘടകങ്ങളും ഉണ്ട്. അതായത് വലിയ പ്രതീക്ഷയോടുകൂടി പാർട്ടി പ്രവർത്തകർ തന്നെ പറ്റിച്ചു, കബളിപ്പിച്ചു. BJP നേതാക്കർ 35 ലക്ഷം വെച്ച് വാങ്ങി, ഇതടക്കമുള്ള കാര്യങ്ങളാകും, ഞാൻ മരണത്തിന്റെ വക്കിലാണ് എന്ന് താൻ പറഞ്ഞിട്ടുണ്ടാകും. അങ്ങനെ അതാണ് അതെ. ഒറ്റ കാര്യമുള്ളൂ. അദ്ദേഹം വിചാരിക്കുന്നതാണ് സംസ്ഥാന അധ്യക്ഷനാണ്, ഈ പാർട്ടിയെ ജില്ലാ നേതാക്കന്മാർ ഇത്തരത്തിൽ വായ്പ എടുത്തിട്ടുണ്ട്, അത് അവരോട് വിളിച്ചു പറഞ്ഞ് അത് അടിയന്തരമായി അടയ്ക്കാൻ ഏർപ്പാട് ചെയ്യണം
എന്ന് പറയുമ്പോൾ അദ്ദേഹം ഞാൻ സംസാരിക്കാം, നമുക്ക് അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാം എന്നൊരു മറുപടി പ്രതീക്ഷിച്ച അനിലേട്ടന്റെ മുന്നിലേക്ക് ഈ ഒരു പരിഹാരവും ഇല്ലാതെ ഇറക്കി വിടുമ്പോ അദ്ദേഹത്തിന് പിന്നെ ഈ മരണം എന്നുള്ള ഒരു ഏറ്റവും അവസാനത്തെ ഉത്തരത്തിലേക്ക് പോകേണ്ടി വന്നു എന്ന് മനസ്സിലാക്കാൻ വലിയ തീർച്ചയായും അത് തന്നെയാണ്